ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ പ്രായത്തിന് മുതിർന്ന ആൾക്കാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ ടെൻഡൻസി ഉണ്ട്. അത് നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ എത്ര പ്രായത്തിന് മുതിർന്നവരാണ് റെസ്പെക്ട്ഫുള്ളി ആയിട്ടുള്ള ആൾക്കാർ? അങ്ങനെ ആരും ഇല്ല. എന്ന് വെച്ചാൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പ്രായം കൊണ്ട് കൊടുക്കേണ്ട കാര്യമല്ലെന്ന് എനിക്ക് തോന്നിയിട്ട്. പ്രായം കൊണ്ട് കൊടുക്കേണ്ട കാര്യമല്ല. പ്രായം ഒരുപാട് നാൾ ജീവിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാള് നമ്മളെക്കാട്ടും വലിയൊരാളായി ഒന്നുമില്ല, മാറുന്നില്ല. അങ്ങനെ അല്ല, ചിലപ്പോ നമ്മളെക്കാട്ടും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അയാളെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഒരു റാൻഡമായിട്ട് ഒരാളെ നമ്മൾ കാണുമ്പം ഫസ്റ്റ് അവരുടെ പേരറിയണം, എങ്കിലും നമുക്ക് പേര് വിളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ റാൻഡമായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മൾ ബ്രോ എന്ന് വിളിക്കത്തില്ലയോ? ശരിക്കും റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ, റെസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡെഫിനിഷൻ ശരിയല്ല. അത് പക്ഷേ ഇൻഹെറൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യമാണെന്ന് തോന്നുന്നു. എന്താന്ന് നോക്കിക്കേ റെസ്പെക്ട്. Define respect. Respect is the attitude of recognizing the worth, dignity and rights of a person, idea or thing and behaving towards them with consideration, fairness and courtesy. In simple terms, respect means valuing others even when you disagree. നല്ലൊരു ഡെഫിനിഷൻ. നമ്മൾ വിചാരിച്ച റെസ്പെക്ട് അതല്ല റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ. Value even when you disagree. It involves listening, not belittling. മനുഷ്യൻ്റെതായിട്ടുള്ളൊരു വാല്യൂ കൊടുക്കുക, അതാണ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ. അതിന് മുകളിലൊന്നുമില്ല. അയ്യോ, അത് ഭയങ്കര സെൻറ്റൻസ് ആയിരുന്നു. റെസ്പെക്ട് മീൻസ് വാല്യൂയിങ് അതേഴ്സ് ഈവൻ വെൻ യു ഡിസഗ്രി. ഒരാൾ നമ്മൾ പറഞ്ഞ ചിന്തകൾക്ക് ഓപ്പോസിറ്റ് ആക്കി അവനെ ചീത്ത വിളിക്കും ഫസ്റ്റ്. എന്നാലോചിച്ച് അവൻ അന്നേരം നമ്മൾ എന്ത് ഡൗൺ വെറും താഴെ കിടക്കുക റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെ. അങ്ങനെയൊക്കെ ഒരാൾ വേറൊരാളുടെ ഒരു ഒരാൾ പറയുന്ന അഭിപ്രായം നമുക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല, എന്നിട്ടും നമ്മൾ അയാളോട് റെസ്പെക്ട് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മളെന്നുള്ള ഒരാളെയും നമ്മൾ സംസാരിക്കുന്ന വിഷയം രണ്ടും രണ്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ പുറത്താണ് ഈ റെസ്പെക്ട് എന്ന് പറഞ്ഞ സംഭവം വന്നത്. മനസ്സിലായോ? മനസ്സിലായില്ല. അതായത് നീ നമ്മൾ തമ്മിൽ ഒരു വിഷയം ഉണ്ടാവണം. നീ പറയുന്ന കാര്യം എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നിന്നോട് ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും നീയും എന്താണെന്നുള്ളതും നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു വേർതിരിവ് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എനിക്കത് ഒട്ടും മനസ്സിലായില്ല. അതായത് ഞാൻ എന്താണെന്നുള്ളതും ഞാൻ സംസാരിക്കുന്ന വിഷയവും തമ്മിൽ മെർജായി. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നിയത്, ഇപ്പം നീ ഒരു കാര്യം പറയുന്നത്, ഞാനും ആ കാര്യം പറയുന്നത്, വി ഡിഫർ ഇൻ ഒപ്പീനിയൻ. അന്നേരം ഞാൻ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വന്ന വഴിയും നിൻ്റെ ജീവിതവും ഭയങ്കര വ്യത്യാസമാണ്. നീ കണ്ട ജീവിതങ്ങളെല്ലാം വ്യത്യാസമാണ്. അന്നേരം നിനക്ക് അതിനകത്തൊരു ഒപ്പീനിയൻ ഫോം ചെയ്തിട്ടുണ്ടാവും. ഞാൻ കണ്ട വഴികളും എല്ലാം വ്യത്യാസമാണ്. ഈ സെയിം ടോപ്പിക്കിൽ എനിക്ക് വേറൊരു ഒപ്പീനിയൻ ഫോം ചെയ്തിട്ടുണ്ടാവും. അന്നേരം രണ്ട് ഡിഫറെൻറ്റ് പേഴ്സൺസ് ഒരേ കാര്യത്തിൽ രണ്ട് ഒപ്പീനിയൻ ഉണ്ടാവുന്നത് ശരിയാണ് എന്നുള്ളതാണ് എഗ്രി ചെയ്യേണ്ടത്. ഇപ്പം എൻ്റെത് ശരിയാണെങ്കിൽ അത് നീ അതുമായിട്ട് മുന്നോട്ട് പോവുക. നിൻ്റെത് ശരിയായതുകൊണ്ട് ഇപ്പം എൻ്റെ ശരി തന്നെ നീ എടുക്കണം എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. അവൻ നിൻ്റെ ജീവിതം കൊണ്ട് നീ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളാണ് നിൻ്റെ ശരികൾ. ആ ശരിയായിട്ട് നിനക്ക് മുന്നോട്ട് പോകാം. എൻ്റെ ശരി തന്നെ ഫോളോ ചെയ്തെങ്കിലേ നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അർത്ഥമില്ല. കാരണം ഇത്രയും നാൾ നീ ജീവിച്ചതാ. ഇപ്പോൾ ഒരു ടോക്കിനകത്താണ് നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്നത്. ഇത്രയും നാൾ നീ ജീവിച്ച് അത് ഈ ശരി വെച്ച് തന്നെ ഞാൻ ഇത്രയും നാൾ ജീവിച്ച് ഈ ശരിയാണ്. അന്നേരം എൻ്റെ ശരി തന്നെ നീ ഫോളോ ചെയ്തില്ലെങ്കിൽ നീ തകർന്നു പോകുമെന്ന് പറയുന്നത് തെറ്റാണ്. അത് ഇപ്പം മതങ്ങളുടെ കേസിലും അത് തന്നെ. മതങ്ങളുടെ കേസിൽ മാത്രമല്ല, ചിലവർ വിചാരിക്കുന്നത് അവര് ജീവിച്ച പോലെ അല്ല വേറൊരാൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മറ്റവൻ ചിന്തിക്കുന്നത്. എന്റെ പല കൂട്ടുകാരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ട്, എനിക്കത് ഇഷ്ടമല്ല. അതിന്റെ പുറത്താണ് ഞാൻ അത് വേണ്ടാന്ന് വെച്ച ഒരു കാര്യമാണ്. പക്ഷെ അത് മറ്റേ ആൾക്ക് അംഗീകരിക്കാൻ ഒട്ടും പറ്റണില്ല. ഇത് സെയിം ഇൻസിഡൻറ്റ് വേറെ രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പർ ഒരു പരിപാടി. അന്നേരം ഞാൻ പോയി ഡാൻസൊക്കെ കളിച്ച്, എന്നുവെച്ചാൽ സ്റ്റേജിലല്ല, നമ്മളെല്ലാവരും കൂടെ താഴെ നിന്ന് ബാക്ക് സ്റ്റേജ് ഡാൻസ് കളിക്കുമല്ലോ. ഭയങ്കര ഡാൻസ്, ഡോക്ടേഴ്സും എല്ലാവരും വലിയ ആൾക്കാരുള്ള സമയത്ത് തന്നെ ഡാൻസ് കളിക്കുന്നത്. ഭയങ്കര എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം
എല്ലാവരും ചിന്തിക്കുന്നത് എന്താ, ഞാൻ വെള്ളം അടിച്ചിട്ട് ഡാൻസ് കളിച്ചിരുന്നു, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? അതുവരെ എൻ്റെ ഒരു സീനിയർ സ്റ്റാഫുണ്ട്, സാറ് ഭയങ്കര വെള്ളം അടിയാന്നല്ലോ. ചേച്ചി ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. പിന്നെ ഒരിക്കലും വിശ്വസിക്കും, ഒരു കാരണവശാലും വിൽക്കത്തില്ല. ചിലവര് ജീവിക്കണ അങ്ങനത്തെ ഒരു സർക്കിളിൽ അവരുടെ വിചാരം വെള്ളം അടിച്ചാലേ ഡാൻസ് കളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പറ്റത്തില്ല. അത് എനിക്ക് എന്താ വെച്ചാൽ ഡാൻസ് കളിച്ച് ഞാനിങ്ങനെ ആടിയാടിയാണ് ഡാൻസ് കളിക്കുന്നത്. ഞാൻ വെച്ചാൽ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. എന്നിട്ട് എന്ത് വെളിയിൽ നിന്നുള്ളത് തുമ്പോൾ അടിച്ച് ഫിറ്റാണ്. നിനക്കറിയാം ഞാൻ വെള്ളം അടിക്കത്തില്ലെന്ന്. ആ ചേച്ചി അംഗീകരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ വെള്ളം അടിച്ചിട്ടും സാർ ഒരു രക്ഷയില്ല, സാറ് ഒരിക്കലും ഞാൻ വിശ്വസിച്ചില്ല സാറ് വെള്ളം അടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്നാ. അതൊരു എനിക്കതങ്ങ് ചിരിക്കാനുണ്ടായിരുന്നു, അത് നല്ല രസമായിരുന്നു. മാത്രമല്ല എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ എല്ലാം ട്രൈ ചെയ്ത് ഞാൻ ഇത്രയും എക്സ്ട്രോവേർട്ടായിട്ട് നടക്കുന്നില്ല ഹോസ്പിറ്റലിൽ. എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ ഭയങ്കര എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്ത്, എന്നിട്ട് ഞാനും അതിൻ്റെ കൂടെ ആടിയും ഒരെണ്ണം കിട്ടിയായിരുന്നു കൊള്ളായിരുന്നു എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ അത് അവർക്ക് വിശ്വസിക്കാൻ, കാരണം അവരങ്ങനെ കണ്ടിട്ടില്ല ആരെയും. അതൊരു കാര്യമാണ്. അത് ഈ നമ്മൾ ഈ പറയുന്ന മുതിർന്ന ആൾക്കാർ, ഒരുപാട് ജീവിതം കണ്ടെന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ പറയണത്. അതിനകത്താണ് എനിക്ക് മനസ്സിലായത്, മുതിർന്ന, അതായത് നമ്മളെക്കാട്ട് ഒരുപാട് ഓണം കൊണ്ടിട്ടുണ്ട് ജീസെന്ന് പറഞ്ഞിട്ട് അവരുടെ മൈൻഡ് ബ്രോഡാവണമെന്നില്ല. അവരിപ്പോഴും അവരുടേതായിട്ടുള്ള ശരികളിൽ മാത്രമാണ് ലോകം എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ടല്ല അവർക്ക് വേറൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂവും അംഗീകരിക്കാൻ പറ്റാത്തത്. നീ പറഞ്ഞ ഞാനൊരു കാര്യം പറയാം. സർവമായ കണ്ടോ നീ? കണ്ട, അതിനകത്ത് വിനീതിൻ്റെ മോള് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുമ്പം വിനീതിൻ്റെ മോനെയും കൊണ്ട് വന്നിട്ടൊരു സീനില്ല, വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഞാൻ നിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇറക്കത്തില്ലെന്ന്. പിന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചതും ചിന്തിപ്പിച്ചതും ഒരു സീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും അവൻ എത്ര വയസ്സ് കാണും? അവൻ +2 പോലും അല്ല. അത് ഞാൻ ആലോചിച്ചായിരുന്നു, പിന്നെ ഇത് എന്തിന്റെ പുറത്താണ് അവനെ കൊണ്ട് ഡിസിഷൻ അന്നേരം ഞാൻ എന്താ ചിന്തിച്ചതെന്നറിയോ? പിന്നെ എനിക്കത് മനസ്സിലായി, അവൻ സ്നേഹിക്കുന്ന ഒരാളത്. അവൻ്റെ അനിയൻ ചേച്ചി എന്ന് വെച്ചാൽ ജീവനോടെ കാണുന്ന ഒരാളാ. ആയിക്കോട്ടെ ഇല്ലേക്കോട്ടെ, അനിയനാണ് അവൻ. അവൻ്റെ പെർമിഷൻ വേണ്ടായോ? അച്ഛനും അമ്മയും മാത്രം പെർമിഷൻ എടുത്താൽ പോരാ, അവൻ്റെ പെർമിഷനും വേണം. അവൻ സ്നേഹിക്കുന്ന ഒരാളാണ്. അവിടെ 18 വയസ്സല്ല, പ്രായത്തിന്റെ മെച്യൂരിറ്റി വയസ്സല്ല നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് എനിക്ക് നിന്നെക്കുറിച്ച് അറിയാം, വിനീതിന് അവൻ്റെ മോനെ അറിയാം, അവൻ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നതെന്നറിയാം. അന്നേരം ആ ഡിസിഷൻ മേക്കിങ്ങിന് അവൻ ഇൻവോൾവ് ആവണമെന്ന് അവൻ നിർബന്ധമുണ്ട്. അത് ഒരിക്കലും പ്രായം കൊണ്ടല്ല. ഇപ്പോൾ നമ്മളിപ്പം അനസ്തേസിയൊക്കെ ഒപ്പിട്ട് വാങ്ങിയപ്പോൾ 18 വയസ്സിന് മേളിലുള്ളവരുടെ സൈൻ എടുക്കുന്നുള്ളൂ. പക്ഷേ അതല്ല, അതൊക്കെ ഒരു റൂള് പടി കൊണ്ടുവന്ന കാര്യം. ആ സീൻ ഭയങ്കര ഈ സംഭവം ഞാനും തോട്ട് പ്രൊവോക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ 80 വയസ്സുള്ള അപ്പൂപ്പൻ്റെ അടുത്ത് ചിലപ്പം ചോദിക്കണമെന്നില്ല, മനസ്സിലായോ? അത് പ്രായം എന്നുള്ളതൊന്നും ഒരു പരിധിയൊന്നുമല്ല.